പക്ക മാസ് പടമാണ്, ഒരു അടിപ്പടമാണ്. ക്ലീശേ തോന്നി. വൈശാഖിന്റെ മോൺസ്റ്ററിൽ ഫ്ലോപ്പായി പോയി. ഇതിലൊരു ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ക മാസ് പടമാണ്, ഒരു അടിപ്പടമാണ്. ആ ഒരു ഓഡിയൻസിന് വേണ്ട ഫിലിമാണ്. നമ്മൾ ഭയങ്കര ഇന്റലക്ച്വലായിട്ടോ ബുദ്ധിപരമായിട്ടോ നോക്കേണ്ട ആവശ്യമില്ല. ഒരു മാസ് ഓഡിയൻസിന് പറ്റിയ ഫിലിമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു മാസ് പടം ചെയ്തിട്ട് കുറേ നാളായി. പിന്നെ ആൾക്കാർക്ക് ഫാൻസിന് നല്ല ട്രീറ്റ് ആയിരിക്കും, ഫാൻസുകാർക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും, വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. പിന്നെ എനിക്കൊന്ന് 200 കോടി ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. വൈശാഖ് ആയിട്ട് മാത്രമല്ല, വൈശാഖിൻ്റെ ഇപ്പോൾ മോൺസ്റ്റർ ഓടിയില്ല. എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം മമ്മൂട്ടി പടമാണ്. റീസെൻ്റ്ലി മമ്മൂട്ടി പടമെല്ലാം നല്ലതാണ്. വൈശാഖ് അല്ല, വൈശാഖിൻ്റെയാണ് ഇത് പുലിമുരുകൻ. വൈശാഖിൻ്റെ മോൺസ്റ്ററിൽ ഫ്ലോപ്പായി പോയി. വൈശാഖ് മമ്മൂട്ടിയും കുഴപ്പമില്ല, മറ്റേ മധ്യരാജ്യമെല്ലാം ഓടിയതാണ്. വൈശാഖ് മാസ് ഫിലിംസ് എടുക്കുന്നതാണ്. ആകെ ഒരു വേറെ പടം മാത്രമേ ക്ലാസ്, ബാക്കിയെല്ലാം മാസ് പടങ്ങളാണ്. വൈശാഖിനെക്കാട്ടല്ലേ പിന്നെ മിഥുമേൽ താമസ്, പുള്ളിയുടെ എല്ലാ പടം ഇട്ടാണല്ലോ പടത്തത്. ഇപ്പോഴത്തെ കറണ്ട് ഓഡിയൻസ് നോക്കിയാൽ മിഥുമേൽ താമസ് മമ്മൂട്ടി പടം റിലീസ് കാണാൻ പ്രതീക്ഷയുണ്ട്. വലിയ അങ്ങനെ അഭിനയിച്ചാൽ അങ്ങനൊന്നല്ല, പക്ക അടിപ്പടമാണ്. കുറച്ച് ക്ലീശേ തോന്നി. ഇതിലൊരു ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു മാസ് ഓഡിയൻസാണ്, ഭൂരിഭാഗം മാസ് ഓഡിയൻസിന് വേണ്ടി പടമാണ്. അത് ആ രീതിയിലെടുത്താൽ മതി. അല്ലാതെ വലിയ ഇന്റലക്ച്വലായിട്ട് വല്ല ആർട്ട് ഫിലിമോ അങ്ങനെ ഒന്നും എടുക്കേണ്ട. ഇത് മാസ് ഫിലിമല്ല, ആ രീതിയിലെടുക്കുക. മമ്മൂക്കിയുടെ അങ്ങനെ പടം വന്നിട്ട് കുറേ നാളായി. അപ്പോൾ അത് എല്ലാവരും പടം വാങ്ങി കിട്ടാൻ സാധ്യതയുണ്ട്. നല്ലൊരു കോംബോ ആണ്. കാരണം മമ്മൂട്ടി ആയാലും വൈശാഖ് ആയാലും മിഥുമേൽ തോമസ് ആയാലും ട്രെയിലർ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ക്ലീശേ തോന്നി, പക്ഷെ പടം എന്ത് ലേറ്റായി. പിന്നെ മമ്മൂട്ടി പ്രൊഡക്ഷനാണ്, മമ്മൂട്ടിയുടെ കമ്പനി. അപ്പോൾ എന്ത് ലേറ്റായി.